പോർത്തൊഴിലിലെ ഡയറക്ടറായിട്ടുള്ള വിഘ്നേഷ് രാജയുടെ ഏറ്റവും പുതിയ മൂവിയാണ് കര. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ജസ്റ്റ് ഒരു ഓക്കെ ഫീൽ ആയിരുന്നു. ഒരു ആവറേജ് മൂവി. അതിന്റെ അപ്പുറത്തേക്ക് സിനിമയിൽ എടുത്തു പറയാൻ അങ്ങനെ വലിയ എലമെന്റ്സ് ഒന്നും ഇല്ല. ഇഡലി കട എന്ന് പറഞ്ഞ ധനുഷിന്റെ മുന്നേ റിലീസായ ഒരു മൂവിയാണ്. അതിന്റെ ഒരു എക്സാക്ട് പ്ലോട്ടാണ് സിനിമ സംസാരിക്കുന്നത്. ആ ഒരു ഇഡലി കടയുടെ തീമിലോട്ട് കുറച്ച് ത്രില്ലർ എലമെന്റ്സ് അവിടെ ഇവിടെയൊക്കെ ഇട്ട ഈ ഒരു സിനിമയായി. ഭയങ്കര പാസമാണ് സിനിമയിൽ. ലൈക് സിനിമ സ്റ്റാർട്ട് ചെയ്ത് ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ ഒരു പാസം വരുന്നുണ്ട്. പിന്നീട് സിനിമ ഫുള്ള് ഈ പാസം തന്നെയാണ്. സിനിമ ഭയങ്കര രീതിയിൽ ഈ പാസത്തിനെ കാണിക്കുന്നുണ്ട്. അത് കുറച്ചൊക്കെ കുറയ്ക്കായിരുന്നു. നമുക്ക് മനസ്സിലായി അച്ഛനോട് സ്നേഹമുണ്ട്, ഒരുപാട് കാലമായിട്ട് ഫാമിലി ഇല്ലാതെ ഇരിക്കുകയാണ്. ആ ഒരു പാസം മനസ്സിലാവും. എന്നും പറഞ്ഞ സിനിമയിൽ ഓരോ 10-20 മിനിറ്റ് ഈ പാസം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. റിപ്പീറ്റ് ആയിട്ട് ഒരുപാട് വരുന്നുണ്ട്. അത് ഭയങ്കര ഓവറായിട്ട് ഭയങ്കര ക്രിഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്താന്ന് പറഞ്ഞാൽ ധനുഷിന്റെ ക്യാരക്ടറായിട്ടുള്ള കരസ്വാമി ഒരു റിട്ടയർഡ് കള്ളനാണ്. പുള്ളിക്കാരന്റെ ലൈഫിൽ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ പുള്ളിക്കാരൻ ഈ മോഷണമൊക്കെ നടത്തി നല്ല കുട്ടിയായി. പക്ഷെ പിന്നീട് തന്റെ ലൈഫിൽ വേറൊരു സിറ്റുവേഷൻ വരുമ്പോൾ താൻ ആ ഒരു പഴയ കള്ളനായിട്ട് മാറുകയാണ്. സോ പിന്നീട് താൻ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസും ഇവന്റ്സ് ഒക്കെയാണ് സിനിമ സംസാരിച്ചിരിക്കുന്നത്. കുറച്ചൊക്കെ അടിപൊളിയാണ്. നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള കുറച്ച് എലമെന്റ്സ് ഒക്കെ ഉണ്ട്. സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കിടിലൻ ഷോട്ടിലാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ഒറ്റ ഷോട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മോനെ സിനിമ വേറെ ലീഗിലോട്ടാണ് സിനിമ പോകുന്നത്. ഒരു സിംഗിൾ ഷോട്ട് പരിപാടിയായിരുന്നു. കിടിലായിരുന്നു അതിന്റെ പ്രസന്റേഷൻ. പക്ഷെ പിന്നീട് അങ്ങോട്ട് സിനിമ ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് കഴിഞ്ഞ് ആ ഒരു സിനിമയുടെ എക്സാക്ട് സ്റ്റോറിയിലോട്ട് എത്തിയപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ഇത് എങ്ങോട്ടാ പോകുന്നത്, എങ്ങനത്തെ രീതിയിലാണ് സിനിമ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ സിനിമയിൽ ഒരു മേജർ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു മെയിൻ ത്രെഡ് എന്ന് വേണമെങ്കിൽ പറയുന്ന ഹൈസ്റ്റ് ആണ്. അല്ലെങ്കിൽ ഒരു ബാങ്ക് റോബറി. അതൊക്കെ നല്ല രീതിക്ക് തന്നെ കാണിക്കുന്നുണ്ട്. എസ്പെഷ്യലി സിനിമയുടെ ആ ഒരു ഇന്റർവൽ പോർഷൻ ഒരു 20 മിനിറ്റ് മുമ്പ് ഉള്ള കുറച്ച് പോർഷൻസ് അത് ഭയങ്കര അടിപൊളിയായിരുന്നു, കിടിലായിരുന്നു. ലൈക്ക് ആ ഒരു ഇന്റർവലിന് തൊട്ട് മുമ്പുള്ള 20 മിനിറ്റ് അത് സിനിമയിലെ തന്നെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് സീക്വൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളിയായിരുന്നു. ആൻഡ് അതിനുശേഷം പിന്നീട് അങ്ങോട്ട് സിനിമ വൻ ശോകമായിരുന്നു. അങ്ങനെ വലിയ അടിപൊളിയായിട്ടുള്ള എലമെന്റ്സ് ഒന്നുമില്ല. ഈ ഒരു അപ്പാസം മാത്രം തന്നെ സിനിമ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാണിച്ച് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞിട്ടുള്ള നല്ല വെറുപ്പീരായിരുന്നു. ഇതിലേക്ക് അപ്പാസം തന്നെ ഇങ്ങനെ കാണിക്കും. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് ഇരുന്നാലും ഇമോഷണൽ മാത്രമേ ഉള്ളൂ. ഇഡലി കഥ എന്ന് പറയുന്ന സിനിമ എന്താണോ, ആ സിനിമയുടെ ഒരു പ്ലോട്ട് എന്താണോ അതിന്റെ ഒരു എക്സ്റ്റൻഡ് വെർഷൻ അല്ലെങ്കിൽ അതിലെ ഒരു ത്രില്ലിംഗ് എലമെന്റ്സും കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താൽ എങ്ങനെ ഇരിക്കും അതാണ് സിനിമ. ധനുഷ് കുറച്ച് കാലമായിട്ട് ഗ്രാമവും അപ്പാസവും പരിപാടിയൊക്കെയാണ് നടക്കുന്നത്. എന്താണെന്ന് അറിയത്തില്ല. ഒരു പോയിന്റ് വരെ സിനിമ കുഴപ്പമില്ല. ലൈക്ക് കുറെ നൈസ് ആയിട്ടുള്ള സിറ്റുവേഷൻസും എലമെന്റ്സ് ഒക്കെ സിനിമ കാണിക്കുന്നുണ്ട്. എസ്പെഷ്യലി കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അതിനെ ബാക്ക് ചെയ്ത് കൊണ്ടുപോയിരുന്നെങ്കിൽ ചിലപ്പോൾ സിനിമ അടിപൊളിയായിരുന്നു. പക്ഷെ അതിനെ ബാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നില്ല. ഈ സിനിമ മെയിൻലി ടാർഗറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മെയിൻലി ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഈ റോബറി എന്ന് പറയുന്നത്. ആ ഒരു എലമെന്റിനെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ സിനിമ ഭയങ്കര എൻഗേജിംഗ് ആയിട്ടും അടിപൊളിയായിട്ട് പോയേനെ. പക്ഷെ ഇതിൽ അതിനല്ല മെയിൻലി ഒരു ഫോക്കസ് ചെയ്യുന്നത്. മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ആ ഒരു പാസം മാത്രമാണ്. ആ ഒരു പാസത്തിനൊക്കെ കുറച്ച് ഈ ഒരു മെയിൻ എലമെന്റിനെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്തിരുന്നെങ്കിൽ വേറെ ലെവലിലോട്ട് സിനിമ പോയേനെ. ആ പാസവും പരിപാടിയൊക്കെ കുറച്ചൊക്കെ ആവാം എന്നും പറഞ്ഞ് ഇത്ര ആവരുത്. കാരണം വെറുപ്പിച്ച് കൈ തന്നിട്ടുണ്ട് ഈ പാസം വെച്ചിട്ട്. ആ ഒരു മൂവിയുടെ ഇന്റർവൽ പോർഷൻ സത്യം പറയട്ടല്ലോ അടിപൊളിയായിരുന്നു. ആ ഒരു എൻ്റയർ സിനിമ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഇന്റർവൽ പോർഷനുള്ള ഒരു 20 മിനിറ്റ് മോനെ കിട്ടില്ല. ആൻഡ് ക്ലൈമാക്സിന് വരുന്ന അല്ലെങ്കിൽ പ്രീ ക്ലൈമാക്സിൽ വരുന്ന കുറച്ച് സീൻസും കൊള്ളാം. അതല്ലാതെ സിനിമയിൽ അങ്ങനെ എടുത്തു പറയാനായിട്ട് വേറെ ലെവലൊന്നും ഇല്ല. എനിക്കൊരു ആവറേജ് ആയിട്ടുള്ള ഒരു ഓക്കെ ഫീൽ ആയിരുന്നു സിനിമ. ആൻഡ് ഈ ഒരു സിനിമയിൽ എനിക്ക് ഒട്ടും വർക്കാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു പോയിന്റ് വരെ ധനുഷിന്റെ ക്യാരക്ടർ കുറച്ച് ഗ്രേ ഷെയ്ഡ് ആയിട്ടുള്ള ഒരു കള്ളനാണ്. സോ സിനിമയുടെ ലാസ്റ്റ് ഒക്കെ വരുമ്പോൾ പുള്ളിക്കാരൻ ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും തനിക്ക് ശരിയാണെന്ന് തോന്നി, അതുകൊണ്ട് ചെയ്തു. മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. തന്റെ പോയിന്റ് ഓഫ് വ്യൂല് ശരിയായിരുന്നു, അതുകൊണ്ട് എല്ലാം ശരിയാണ് എന്ന രീതിക്കാണ് അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതായത് അതുവരെ ആ ഒരു പോയിന്റ് വരെ കള്ളനായിട്ടും ഭയങ്കര ഗ്രേ ഷെയ്ഡായിട്ടുള്ള ക്യാരക്ടറായിട്ട് ചെയ്തിട്ട് അവസാനത്തെ ഒരു പോർഷനിലൊക്കെ ആകുമ്പോൾ ആ ഒരു ക്യാരക്ടറിനെ ഒരു രക്ഷകനെ പോലെ അവർ മാറ്റുന്നുണ്ട്. ഒരു വെള്ളപൂശി ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊക്കെ മാറ്റുന്നുണ്ട്. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പോയിന്റ് വരെ അയാൾ ഭയങ്കര റോങ് ആയിട്ടുള്ള മനുഷ്യനാണ്. അയാൾക്ക് ശരിയാണെന്ന് തോന്നുന്ന ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യം മൂപ്പര് ചെയ്യുന്നുണ്ട്. അത് അയാളുടെ പെർസ്പെക്റ്റീവ് ആണ്. അത് അയാൾ കള്ളനാണ്, ഓക്കെ, മനസ്സിലാവും. പക്ഷെ ലാസ്റ്റ് വരുമ്പോൾ അത് ന്യായീകരിക്കുകയാണ് സിനിമയിൽ. ആ ഒരു സ്റ്റോറി ടെല്ലിംഗിൽ ഒരു പോർഷൻ വരുമ്പോൾ ഇത് ന്യായീകരിച്ച് അയാളെ ചെയ്ത് ശരിയാണെന്ന രീതിക്ക് മാറ്റുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അങ്ങനത്തെ ഒരു പ്രസന്റേഷൻ എനിക്ക് മനസ്സിലായിട്ടില്ല. ആൻഡ് ഈ ഒരു സിനിമയിൽ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സിനിമയുടെ ടെക്നിക്കൽ സൈഡായിരുന്നു. സിനിമോട്ടോഗ്രാഫി ആയാലും എഡിറ്റിംഗ് ആയാലും കളറിംഗ് ആയാലും സൗണ്ട് ആയാലും മ്യൂസിക് ആയാലും സ്റ്റണ്ട് ആയാലും എല്ലാം കിടിലായിരുന്നു. ആൻഡ് പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ധനുഷ് ആയാലും ജയറാമേട്ടനായാലും സുരാജേട്ടനായാലും അമിത ആയാലും എല്ലാവരും അവരുടെ ക്യാരക്ടേഴ്സ് എന്താണോ അത് നല്ല കിടിലായിട്ട് തന്നെ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി സുരാജേട്ടൻ ഒരു രക്ഷയിലെ കിടിലൻ പ്രസന്റേഷൻ ആയിരുന്നു. ആൻഡ് മമിത ആയാലും മമിതയുടെ ഒരു ക്യാരക്ടർ ഒരു ക്യാമിയോ പോലെയാണ്, കുറച്ച് മാത്രമേ ഉള്ളൂ സിനിമയിൽ. പക്ഷെ ഉള്ളത് പുള്ളിക്കാർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ജയറാമേട്ടനായാലും നൈസ് ആയിരുന്നു. ആൻഡ് ധനുഷ് നോക്കുവാണെങ്കിൽ തന്നെ പുള്ളിക്കാരന്റെ ഒരു ക്യാരക്ടറിനെ പുള്ളിക്കാരൻ നല്ല രീതിക്ക് തന്നെ പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെർഫോമൻസ് വൈസും ടെക്നിക്കൽ വൈസും എല്ലാം സിനിമ അടിപൊളിയാണെങ്കിലും ഈ മൂവിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്ന ഒരു സ്റ്റോറി അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ ആണ്. അത് ഭയങ്കര ശോഭമായിരുന്നു. പോർത്തൊഴിലിന്റെ ഡയറക്ടറിന്റെ മൂവിയാണെന്ന് ഒരിക്കലും നമ്മൾ പറയത്തില്ല. അങ്ങനത്തെ ഒരു മൂവിയാണ്. കാരണം പോർത്തൊഴിലിനൊക്കെ പറയുന്ന കിട്ടില്ല മൂവിയാണ്. സോ ആ ഒരു ഡയറക്ടറാണ് ഇത് ചെയ്തതെന്ന് ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു സ്റ്റോറി ടെല്ലിങ്ങോ സ്ക്രീൻ പ്ലേ സിനിമയിൽ വന്നിട്ടില്ല. കൊള്ളാവുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്, അല്ലാതെ സിനിമയിൽ വേറെ ഒന്നും എനിക്ക് എവിടെയും വർക്കായിട്ടില്ല. ഇത് എന്റെ മാത്രം ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾ എന്തായാലും സിനിമ കണ്ടു നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.